വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടി കണ്ണും കാതും സാക്ഷ്യം വഹിക്കാൻ എന്നെ ക്ഷണിച്ച ഇതിന്റെ സംഘാടകരോട് ബാലകൃഷ്ണൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകളോട് ഒരിക്കൽ കൂടി എന്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് വളരെ അഭിമാനത്തോടുകൂടി നിങ്ങൾ സംഘടിപ്പിക്കപ്പെട്ട ഈ ചടങ്ങുകൾ നിങ്ങളുടെ അനുവാദത്തോടും അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ഫണ്ട് വിനയപുരസ്സരം ഞാൻ സ്വീകരിക്കും ചെയ്യുമെന്ന് കൂടി അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ശ്രീ മമ്മി കുട്ടി സർ, നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷൻ ബഹുമാന്യനായ ബാലകൃഷ്ണൻ മാഷ്, ഇവിടെ വന്നു ചേർന്നിട്ടുള്ള മറ്റ് വിശിഷ്ടാതിഥികൾ, എന്റെ മുന്നിലിരിക്കുന്ന ഫുട്ബോൾ അക്കാദമി കീഴിൽ ഇപ്പോൾ ചെയ്യുന്നു. അതുപോലെ പിന്നീട് ഇവിടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി അന്തരിച്ചു. സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഒരു ആദരാഞ്ജലി അർപ്പിക്കണമെന്ന് ഇവിടെ ഒരു ആലോചന വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സീതാറാം യെച്ചൂരിക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. അതിനുവേണ്ടി എല്ലാവരും ഒരു സംസ്ഥാന ഗവൺമെന്റിനോടൊപ്പം നിന്നുകൊണ്ട് അവിടെ പുനരുദ്ധാരണ പ്രവർത്തനവും അതേപോലെ തന്നെ അവിടെ ദുരിതാശ്വാസ പ്രവർത്തനവും ഒക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് പൂർണ്ണമായിട്ടില്ല. ചെർപ്പളശ്ശേരിയിലെ ഫുട്ബോൾ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി, നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ ഇവിടെ ഒരു ഫുട്ബോൾ പരിശീലന കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട്. 75 ബാച്ച് വിദ്യാർത്ഥികൾ സ്വരൂപിച്ച ഒരു ഫണ്ട് കൂടി ബഹുമാനപ്പെട്ട എംഎൽഎക്ക് കൈമാറിയിട്ട് ആ 74-75 ബാച്ചിലെ ആൾക്കാരൊക്കെ കുട്ടികളെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടി കണ്ണും കാതും സാക്ഷ്യം വഹിക്കാൻ എന്നെ ക്ഷണിച്ച ഇതിന്റെ സംഘാടകരോട് ബാലകൃഷ്ണൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകളോട് ഒരിക്കൽ കൂടി എന്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് വളരെ അഭിമാനത്തോടുകൂടി നിങ്ങൾ സംഘടിപ്പിക്കപ്പെട്ട ഈ ചടങ്ങുകൾ നിങ്ങളുടെ അനുവാദത്തോടും അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ഫണ്ട് വിനയപുരസ്സരം ഞാൻ സ്വീകരിക്കും ചെയ്യുമെന്ന് കൂടി അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. കുട്ടികളും ട്രയൽ മാച്ച് വന്നിരുന്നു. അവരിൽ നിന്ന് വളരെ സെലക്ട് ചെയ്ത് 40 കുട്ടികളെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഈ 40 കുട്ടികളിൽ നിന്നും വീണ്ടും ഒരു സെലക്ഷൻ നടത്തി കുട്ടികളുടെ 100% പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ മത്സരം നടത്തുന്നത്, ഈ ക്യാമ്പ് നടത്തുന്നത്. അതുപോലെ തന്നെ സായാഹ്നം ആശംസിക്കുന്നു. വേദിയിലും സദസ്സിലും ഒരുക്കുന്ന ഓരോരുത്തരെയും ഈ പരിപാടിയിലേക്ക് ഇവിടെ ക്ഷണിച്ചു തന്നതിന്
സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നു. നന്മ വിമൻസ് വിങ്ങിന്റെ പ്രതിനിധി എന്ന നിലക്കാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പുറകിൽ ബാനർ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ായി വരാൻ പോകുന്ന ദുരിതമെന്നറിയാം. നമ്മുടെ ഈ പരിപാടി ഭംഗിയാക്കി തന്ന നമ്മളെ എല്ലാവരോടും, പ്രത്യേകിച്ച് എമ്മിന്റെ പല തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തി നമ്മോടൊത്ത് അവനാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് ഏതാനും ആ കുട്ടികളെ നമ്മൾ കഴിഞ്ഞ സീസണിൽ ഈ പാലക്കാട് ജില്ലയുടെ KFC കഴിഞ്ഞു. അതിൽ നിന്ന് 8 കുട്ടികൾക്ക് പാലക്കാട് ജില്ലാ ടീമിന്റെ ക്യാമ്പിലേക്ക് സെലക്ഷൻ കിട്ടി. അത് വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. വെറും 2-3 മാസം കൊണ്ടാണ് ഇത് ചെയ്തത്. നമ്മൾ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ഇതിനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ പെട്ടെന്നാണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു പരിപാടിക്ക് ആസൂത്രണം ചെയ്ത് അത് വൻ വിജയമായി തന്നെ പര്യവസാനിച്ചു. അതിന് സഹകരിച്ച രക്ഷിതാക്കളോടും കുട്ടികളോടും എല്ലാം നന്ദി പറയുകയാണ്. പക്ഷെ അതോടൊപ്പം ഈ സീസണിൽ കളിക്കുന്നതിന് വേണ്ടി നമ്മൾ ഓരോ അതുപോലെ തന്നെ വേറെ കുട്ടികളൊക്കെ ഉണ്ടാവും. 2-3 തലമുറയ്ക്ക് ആയിട്ടുണ്ടാവും. എന്നാലും വിദ്യാർത്ഥികൾ തന്നെയാണ് പറയാം. സ്കൂൾ ഭാഷയുടെ അടിസ്ഥാനം 74-75 ബാച്ച് കാലത്ത് 8ാം ക്ലാസ് പഠിച്ചിരുന്ന ആളുകളും അന്നത്തെ വിദ്യാർത്ഥികളും ഇന്നത്തെ മധ്യവയസ്കർ അല്ലെങ്കിൽ അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ ആയിട്ടുള്ള ആളുകളും അവർക്കും ഈ മനുഷ്യത്വപരമായുള്ള ഈ കാര്യത്തിൽ ഞങ്ങൾക്കും കഴിയാവുന്നത് ചെയ്യണമെന്ന തോന്നൽ ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സമാഹരിച്ച ഫണ്ടും ഇവിടെ വെച്ച് നിങ്ങളെ ഏൽപ്പിക്കും, ഞാനത് ഏറ്റുവാങ്ങും. എന്നെക്കാളും കൂടി ഇവിടെ പറഞ്ഞു, നന്മ ഈ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഒരു ഫുട്ബോൾ അക്കാദമി ആരംഭിക്കാൻ തീരുമാനിക്കുന്നു. ഫുട്ബോൾ അക്കാദമി